ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഹ്യൂമനിസം അഥവാ മാനവികത നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം, വാട്ട് were the characteristic features of the changes that took place in Europe from the 14th century onwards? 14ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അഥവാ ഈ ചോദ്യത്തിന് മറ്റൊരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ റിനൈസൻസിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ റിനൈസൻസ് നവോത്ഥാനത്തിന്റെ സവിശേഷതകൾ എന്താണെന്ന് ചോദിച്ചാലും ഈ സെയിം ആൻസേഴ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്, മനുഷ്യ കേന്ദ്രീകൃത കാഴ്ചപ്പാട്. രണ്ടാമത്തത് എന്താ? സ്പ്രെഡ് ഓഫ് സെക്യുലർ വാല്യൂസ് അഥവാ മതേതര മൂല്യങ്ങളുടെ വ്യാപനം, എല്ലാ മതങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം കൊടുക്കണം. 3, ഗ്രോത്ത് ഓഫ് അർബൻ ലൈഫ്, നഗര ജീവിതത്തിന്റെ വളർച്ച, അല്ലെ, നഗരത്തിന്റെ വളർച്ചയാണ് ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത ഈ 14th സെഞ്ചുറിയിൽ. ആൻഡ് മോണിറ്ററി എക്കണോമി, പണാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ, മാർക്കറ്റും കച്ചവടവും, അല്ലെ, പണം അധിഷ്ഠിതമായിട്ടുള്ള ഒരു സിസ്റ്റം, ഒരു സാമ്പത്തിക സംവിധാനം വളർന്നു വന്നു. പ്രോഗ്രസ് ഓഫ് ട്രേഡ്, കച്ചവടം മെച്ചപ്പെട്ടു ഈ കാലഘട്ടത്തിൽ. ആൻഡ് റൈസ് ഓഫ് നാഷൻ സ്റ്റേറ്റ്, ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച, രാജ്യങ്ങൾ ദേശസ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പുതിയ രാജ്യങ്ങൾ വളർന്നു വന്നു എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. ഇതിലൊരു 5 പോയിന്റ് പഠിച്ചൂടെ? നമുക്ക് ഇനിയും വേണമെങ്കിൽ പോയിന്റ്സ് ഉണ്ട്. നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 or 6 പോയിന്റ്സ് എങ്കിലും എന്ത് ചെയ്യണം? ഏറ്റവും ചുരുങ്ങി നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ്? 14th സെഞ്ചുറിയിൽ വന്ന ചേഞ്ചുകളാണ്, അല്ലെ? ആൻഡ് അടുത്ത ചോദ്യം നോക്കേ, ദ റിനൈസൻസ് ഇൻ യൂറോപ്പ് ഫസ്റ്റ് ബിഗാൻ ഇൻ ഇറ്റലി. എവിടെയാണ് നവോത്ഥാനം ഉണ്ടായത്? ഇറ്റലിയിലാണ്. 1 മാർക്ക് ചോദ്യമാണ്. വാട്ട് were the factors that led to this? ഇതിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത് ഓരോന്നും എസ്സേ ആയിട്ട് ചോദിക്കും. നമുക്ക് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഇൻഡിപെൻഡന്റ്, വെൽത്തി ആൻഡ് ഡൈനാമിക് സിറ്റീസ്. ഒന്ന്, ഇറ്റാലിയൻ നഗരങ്ങളാണ് ഇറ്റലിയിൽ റിനൈസൻസ് ഉണ്ടാവാനുള്ള കാരണം. ഈ നഗരങ്ങൾ സ്വതന്ത്രമാണ്, സമ്പന്നമാണ്, ഊർജ്ജസ്വലമാണ്, അല്ലെ? അവിടുത്തെ ആൾക്കാർ കുറെ ബുക്ക് കീപ്പിങ്ങും ഇൻഷുറൻസും ബാങ്കിങ്ങിനെ കുറിച്ചൊക്കെ അറിവുള്ള ആൾക്കാരാ. 2, അഡ്വാൻസ്മെന്റ് ഇൻ ട്രേഡ്, കച്ചവടത്തിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റമാണ്, വ്യാപാരത്തിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആൻഡ് ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം ആൻഡ് ദ റൈസ് ഓഫ് വെൽത്തി ക്ലാസ്, ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയും അതുപോലെ തന്നെ സമ്പന്നരുടെ വളർച്ചയുമാണ്. ഫ്യൂഡൽ വ്യവസ്ഥ ഈ കാലഘട്ടത്തിൽ തകർന്നു പോയി നമുക്കറിയാം. അടുത്ത പോയിന്റ്, ദ ക്രൂസേഡ്സ് ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ച് വിത്ത് ദ ഈസ്റ്റ്, അല്ലെ? ഇതേ സമയത്ത് കുരിശ് യുദ്ധവും അതുപോലെ തന്നെ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ കച്ചവട ബന്ധവും മറ്റു പലതരത്തിലുള്ള, അല്ലെ, സാംസ്കാരിക കൈമാറ്റവും നടന്നു. ഇതെല്ലാം എന്താണ്? ഈ കാലഘട്ടത്തിന്റെ സവിശേഷതയാണ്, അല്ലെ? അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ള റിനൈസൻസ് ഇറ്റലിയിൽ ഉണ്ടാവാനുള്ള കാരണമാ. മറ്റൊരു കാരണം ദ ബിബോണിക് പ്ലാഗ് ആൻഡ് ബ്ലാക്ക് ഡെത്ത്, അല്ലെ? പ്ലാഗും അതുപോലെ തന്നെ എന്താണ്? ബ്ലാക്ക് ഡെത്തും, അല്ലെ, മഹാമാരി സംഭവിച്ചതാണ് നവോത്ഥാനം ഇറ്റലിയിൽ ഉണ്ടാവാനുള്ള മറ്റൊരു റീസൺ. അടുത്തത് സിവിക് കോൺഷ്യസ്നസ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ റോമൻ ഹെറിറ്റേജിലെ പൗരബോധവും റോമൻ പൈതൃകത്തിലുള്ള താല്പര്യവും, അതായത് അവർ പഴയകാല റോമൻ കാലത്തുള്ള, അല്ലെ, സാഹിത്യത്തെക്കുറിച്ചും അന്നുണ്ടാക്കിയിട്ടുള്ള ആർക്കിടെക്ചർ പോലുള്ള സാധനങ്ങൾ അവർ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചതൊക്കെ നവോത്ഥാനം ഇറ്റലിയിൽ ഉണ്ടാവാൻ, റിനൈസൻസിന് ഇറ്റലിക്ക് കാരണമായി എന്ന് പറയുന്നു. എൻകറേജ്മെന്റ് ഓഫ് ആർട്ടിസൻസ്, കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ചതും. ഫാൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ തകർച്ച, അല്ലെ? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ ഉണ്ടായിട്ടുള്ള ഇന്റലക്ച്വൽ ആയിട്ടുള്ള നല്ല ബുദ്ധിജീവികളായിട്ടുള്ള സ്കോളേഴ്സ് ഉണ്ട്, പണ്ഡിതന്മാർ. ഇവരെങ്ങോട്ട് വന്നു എന്നാ പറയുന്നത്? ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് വന്നു. ഇതെല്ലാം എന്തിന് കാരണമായിട്ടുണ്ട്? റിനൈസൻസ് എവിടെ ഉണ്ടാവാൻ? നവോത്ഥാനം ഇറ്റലിയിൽ ഉണ്ടാവാൻ കാരണമായിട്ടുണ്ട്. ഇതിൽ ഓരോ പോയിന്റും വേണമെങ്കിൽ ഓരോ ചോദ്യമായി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, അല്ലെ? അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് ഹ്യൂമനിസം? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ്? എന്താണ് മാനവികത? മാനവികത എന്താന്ന് ചോദിച്ചാൽ മനുഷ്യന്മാർക്ക് പ്രാധാന്യം കൊടുത്തതാണ്. മാൻ ഈസ് ദ മെഷർ ഓഫ് ഓൾ തിങ്. മനുഷ്യനാണ് എല്ലാത്തിന്റെയും കേന്ദ്രം എന്ന് പറയുന്ന ആശയമാണ് ഹ്യൂമനിസം അഥവാ മാനവികത എന്ന് പറയുന്നത്. നോക്കിയേ നിങ്ങൾ, ഹ്യൂമനിസം എന്താന്ന് ചോദിച്ചാൽ എ ഹ്യൂമൻ സെൻറ്റേർഡ് ഔട്ട്ലുക്ക്, മനുഷ്യ കേന്ദ്രീകൃത വീക്ഷണമാണ്. മനുഷ്യന്മാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുന്ന ആശയമാണ്. ഇത് രണ്ടാമത്തെ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു? ദ ഇമ്പോർട്ടൻസ് ഓഫ് റാഷണൽ എൻക്വയറി അഥവാ, അല്ലെ, മനുഷ്യ ഗുണങ്ങൾക്ക് അല്ലെങ്കിൽ യുക്തി ചിന്തക്ക് ഇത് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, അല്ലെ? ഹൈലൈറ്റിംഗ് ഹ്യൂമൻ ക്വാളിറ്റീസ്, അല്ലെ, മനുഷ്യ ഗുണങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. റാഷണൽ എൻക്വയറി, യുക്തിപരമായ അന്വേഷണങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. ആക്സെപ്റ്റൻസ് ഓഫ് ക്രിറ്റിസിസം, ഒരു കാര്യം, അല്ലെ, ഒരു ആശയം പറഞ്ഞു, അത് തെറ്റാണെന്ന് മറ്റൊരാൾ വിമർശിച്ചാൽ അത്തരത്തിലുള്ള വിമർശനങ്ങളെ, ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ അവർ പ്രോത്സാഹിപ്പിച്ചു.
ഇൻട്രസ്റ്റ് ഇൻ ക്ലാസിക്കൽ ലേണിംഗ്, ക്ലാസിക്കൽ പഠനം, അല്ലെ പഴയകാല പഠനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. ഇമ്പോർട്ടൻസ് ഓഫ് റീജിയണൽ ലാംഗ്വേജ്, പ്രാദേശിക ഭാഷ, ഓരോ നാട്ടിലെയും അവരെ പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം കൊടുത്തു. ന്യൂ സ്റ്റൈൽ ഇൻ ആർട്ട്, കലാമേഖലയിൽ പുതിയ മാറ്റം കൊണ്ടുവന്നതെല്ലാം റിനൈസൻസിന്റെ റിനൈസൻസ് പീരീഡിൽ വന്ന ഒരു ആശയമാണ് ഇത് നമ്മൾ പറഞ്ഞ ഹ്യൂമനിസം, മാനവികത. ഈ മാനവികതയുടെ പ്രത്യേകതയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞത്. എന്താണ് മാനവികത, എന്താണ് ഹ്യൂമനിസം എന്ന് വെച്ചാൽ മാൻ ഈസ് ദ മെഷർ ഓഫ് ഓൾ തിങ്. മനുഷ്യനാണ് എല്ലാത്തിന്റെയും കേന്ദ്രം. മനുഷ്യനാണ് എന്ത് ചെയ്യുന്നത്, മതത്തെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന ആശയമാണ് ഹ്യൂമനിസം. ഹ്യൂമനിസം അല്ല, അതെ ഹ്യൂമനിസം തന്നെ, മാനവികത. മറന്നു പോവുക സാധനം, മറക്കരുത്. നമ്മൾ ഇതിനെ കുറിച്ചാണ് പറഞ്ഞത്, ഹ്യൂമനിസം അഥവാ മാനവികത എന്നാണ്, അല്ലെ? യെസ്. അടുത്ത് നോക്കിയേ, മാനവികത നമ്മൾ പറയുമ്പോൾ അഥവാ ഹ്യൂമനിസത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്തായാലും ഓർക്കേണ്ട മറ്റൊരാശയമാണ് സ്കോലാസ്റ്റിസിസം. എന്താണ് സ്കോലാസ്റ്റിസിസം? ഈ ഡയലോഗ് ഓർത്തു വെച്ചോ. സ്കോലാസ്റ്റിസിസം. എന്താ സ്കോലാസ്റ്റിസിസം എന്ന് വെച്ചാൽ? സ്കോലാസ്റ്റിസിസം is a philosophical school of thought that influenced the middle age, മധ്യകാലം. 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന, ആ കാലത്ത് നിലനിന്നിരുന്ന ഒരു ആശയമാണ് സ്കോലാസ്റ്റിസിസം മിഡിൽ ഏജിൽ. ആൻഡ് ഇറ്റ് വാസ് ഡീപ്ലി റൂട്ടഡ് ഇൻ ക്രിസ്ത്യൻ തിയോളജി. ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ക്രൈസ്തവ മതചിന്തയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. All thought scholasticism encouraged knowledge and research. അത് എന്തിനു പ്രാധാന്യം കൊടുത്തിരുന്നു? അന്വേഷണത്തിനും അതുപോലെ തന്നെ നോളജ്, അറിവിനൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ സ്കോലാസ്റ്റിസിസം ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്തിനാണ്? പ്രയോറിറ്റൈസ്ഡ് ദ ഡിവൈൻ ആൻഡ് ആഫ്റ്റർ ലൈഫ്. അതായത് ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. സ്കോലാസ്റ്റിസിസം ഇമ്പോർട്ടൻസ് കൊടുത്തത് ദൈവത്തിനും പരലോക ജീവിതത്തിനുമാണ്. എന്ന് വെച്ചാൽ മരിച്ചുപോയാലുള്ള ശേഷമുള്ള പരലോക ജീവിതത്തിനും ദൈവത്തിനും പ്രാധാന്യം കൊടുത്തിരുന്ന 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ, ഈ കാലഘട്ടത്തെ മിഡിൽ ഏജ് എന്നാ പറയാ, ഈ കാലഘട്ടത്തിലുള്ള ഐഡിയോളജിയാണ് എന്ത് വിളിച്ചിട്ടുള്ളത്? സ്കോലാസ്റ്റിസിസം അഥവാ സ്കോലാസ്റ്റിസിസം. അതിന് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഒറ്റ പേരാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം നോക്കിയേ, ഹൗ ഡിഡ് റിനൈസൻസ് ആർട്ട് ഡിഫർ ഫ്രം ദ ആർട്ട് ഓഫ് ദി മിഡിൽ ഏജ്? നവോത്ഥാന കലകൾ മധ്യകാലത്തെ കലകളിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഇവിടെ നമ്മൾ പറഞ്ഞ മിഡിൽ ഏജ് എന്ന് പറഞ്ഞാൽ 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലമാണ് മിഡിൽ ഏജ്, മധ്യകാലം. ഈ കാലത്ത് വരച്ചിരുന്ന ചിത്രങ്ങളും അതേപോലെ തന്നെ ഒരു 15-ാം നൂറ്റാണ്ട് 14-15 നൂറ്റാണ്ടിലാണ് റിനൈസൻസ്, നവോത്ഥാനം ഉണ്ടാവുന്നത്. ഈ നവോത്ഥാന കാലത്തുണ്ടായിരുന്ന പെയിന്റിംഗ്, ചിത്രങ്ങളുടെ പ്രത്യേകത എന്താണെന്നാണ് ചോദിക്കുന്നത്. നോക്കിയേ നിങ്ങൾ, മിഡിൽ ഏജ് ആർട്ട് emphasize spiritual themes such as angels, heavenly realms, whereas Renaissance art focus on the beauty of human form, originality and naturalistic use of colors. രണ്ട് വ്യത്യാസം നോക്കിയേ. മധ്യകാലത്തെ കലകൾക്ക് മാലാഖമാര്, സ്വർഗീയമായിട്ടുള്ള ചിത്രങ്ങളിലെ ആത്മീയ ഘടകങ്ങളൊക്കെ ആണ് ഉണ്ടായിരുന്നത്. ദൈവത്തിന്റെ അല്ലെങ്കിൽ ഒരു ചിത്രം കാണുമ്പോൾ അതിന് ചുറ്റും മാലാഖമാരൊക്കെ കാണാൻ പറ്റുമായിരുന്നു. അതേ സമയത്ത് റിനൈസൻസ് പീരീഡിൽ വരച്ച ചിത്രത്തിന്റെ പ്രത്യേകത എന്താണെന്നാ പറഞ്ഞത്? അത് മനുഷ്യന്റെ ബ്യൂട്ടി, സൗന്ദര്യത്തിനും മൗലികതക്കും അതിന്റെ ഒറിജിനാലിറ്റിക്കും എന്താണ് നാച്ചുറലിസ്റ്റിക് യൂസ് ഓഫ് കളേഴ്സ്, വർണ്ണങ്ങൾ അഥവാ നിറങ്ങൾ സ്വാഭാവികമായി ഉപയോഗിച്ചതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ആ ചിത്രത്തിനുള്ള പ്രത്യേകത. ഈ രണ്ട് കാലത്ത് വരച്ച ചിത്രങ്ങളുടെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു വൺ വേർഡ് കൂടി കൊടുക്കുന്നുണ്ട്. ദ സിറ്റി ഓഫ് ഫ്ലോറൻസ് വാസ് ദ മെയിൻ സെന്റർ ഓഫ് റിനൈസൻസ് ആർട്ട്. നവോത്ഥാന കലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെന്റർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫ്ലോറൻസ് എന്ന് പറയുന്ന നഗരമാണ്. അതും നിങ്ങൾ ഓർത്തു വെക്കണം. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം പിടിച്ച ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. വാട്ട് വേർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിനൈസൻസ് പെയിന്റിംഗ്? നവോത്ഥാന കാലത്തെ ചിത്രകലയുടെ സവിശേഷത ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. ഇന്ന് എന്താണ് ചോദ്യം? പ്രസന്റഡ് ഹ്യൂമൻ ഫോംസ് വിത്ത് ആക്യുറസി, ക്ലാരിറ്റി ആൻഡ് ഡീറ്റെയിൽ. എങ്ങനെയാടാ? കൃത്യവും വ്യക്തവുമായ മനുഷ്യരൂപങ്ങളാണ് വരച്ചത്. അത് മനുഷ്യന്മാരുടെ രൂപങ്ങൾ വളരെ ക്ലിയർ ആയിട്ടുള്ള പിക്ചേഴ്സ് വരയ്ക്കാൻ ശ്രമിച്ചു. പെയിന്റേഴ്സ് എംഫസൈസ്ഡ് റാഷണലിസം ആൻഡ് ഹ്യൂമൻ ഇമോഷൻസ്. ചിത്രങ്ങളിൽ എന്താടാ ഈ മനുഷ്യന്മാരെ ഹ്യൂമൻ ഇമോഷൻസ്, മനുഷ്യന്മാരെ വികാരങ്ങളിലെ മനുഷ്യന്മാരെ സങ്കടം, സന്തോഷം, ഇതെല്ലാം ചിത്രങ്ങളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. attributed significance to the values of the world. അതുപോലെ തന്നെ എന്താടാ ഈ ലോകത്തിന്റെ, ഇഹലോകത്തിന് പ്രാധാന്യം കൊടുത്തു. ആ ജീവിക്കുന്ന ലോകത്തിന് അവർ പ്രാധാന്യം കൊടുത്തു. ആൻഡ് ഹ്യൂമനിസം, അവരുടെ ചിത്രങ്ങളിൽ മാനവികതയുടെ ആശയങ്ങളൊക്കെ
കാര്യമായിട്ട് അവര് മുന്നിലേക്ക് വെച്ചിരുന്നു ആ ചിത്രങ്ങളിൽ. ആൻഡ് പ്രിസൈസ് ആൻഡ് റിയലിസ്റ്റിക്, ഒരു ചിത്രം അത് അതുപോലെ വരയ്ക്കാനാണ് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെന്താടാ ദ യൂസ് ഓഫ് പിന്നെന്താണ് എളുപ്പമുള്ള കുറച്ച് പോയിന്റ് കൂടി ഓർത്ത് വെച്ചോ. റിയലിസ്റ്റിക് ഡെപ്പിക്ഷൻ ഓഫ് ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തെ അത് അതുപോലെ വരയ്ക്കാൻ ശ്രമിച്ചു. യൂസ് ഓഫ് ഓയിൽ പെയിന്റ് അഥവാ എണ്ണച്ചായങ്ങൾ അവർ യൂസ് ചെയ്തു. പോർട്രേറ്റ്, മനുഷ്യന്മാരെ ഛായാചിത്രങ്ങൾ വരച്ചു. ഈ പോയിന്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, റിനൈസൻസ് കാലത്തെ പെയിന്റിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ചു വെക്കണം. സോ ഇതുപോലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താൽക്കാലികമായി പോകുന്നു. ബൈ.